അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സുഹൃത്തിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. പിന്നെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞില്ലേ? നമ്മുടെ ജമാൽക്കാട് പെങ്ങള് ഷജിലയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഏതോ ഒരു കോഴിക്കോട്ടുകാരൻ ഗൾഫുകാരനാടാ. എന്തായാലും പോയത് പോയി. ഇതിൻ്റെ പേരിൽ ഇനി നീ ടെൻഷൻ അടിക്കണ്ട. നാട്ടിൽ വന്നിട്ട് കാണാം. സ്നേഹത്തോടെ, റിയാസ്. എന്നും മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ്, എന്നെ അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നോടടുത്തൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. 7 വർണ്ണങ്ങൾ വിരിച്ച വിശാല ഹൃദയം തുറന്നവൾ തന്ന്, എന്നും മൂവന്തി നേരത്തരികത്ത് കൊഞ്ചിക്കുഴയുന്ന പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. എന്നും മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ്, എന്നെ അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നോടടുത്തൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. കനകം പോലല്ലേലും കൊന്നപ്പൂവല്ലേലും കരകളഞ്ഞുള്ള മനസ്സുണ്ട്. അരയന്നമല്ലേലും അപ്സരസല്ലേലും അവളുടെ ഉള്ളിൽ ഉഷസ്സുണ്ട്. മുട്ടോളം എത്തുന്ന അഴകുള്ള കാർക്കൂന്തൽ കാച്ചി എന്ന മണമുണ്ട്. മുറുകിച്ചു വന്നൊരു ചുണ്ടത്തെനിക്കായി കരുതി വെക്കുന്ന മധുവുണ്ട്. മധുരക്കരിമ്പാണെനിക്ക് എന്നും അവളോടലിയും അന്തിക്ക്, നല്ല മധുരക്കരിമ്പാണെനിക്ക് എന്നും അവളോടലിയും അന്തിക്ക്. എന്നും മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ്, എന്നെ അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നോടടുത്തൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. വിരിച്ച വയൽ വരമ്പത്ത് പോലമേഞ്ഞുള്ള കുടിയിലുണ്ട്. പകലന്തിയോളം ആ കൂരയ്ക്കകത്തെന്നെ കാത്തിരിക്കാൻ ഇന്നവളുണ്ട്. പനയോല കൊണ്ട് മെടഞ്ഞോല പായ പങ്കിട്ടെടുക്കാനായി കൂട്ടുണ്ട്. പാവമപ്പൈങ്കിളിക്കെന്നും തുണയായി ശ്വാസം നിലയ്ക്കോളം ഞാനുണ്ട്. അവളെന്നും എനിക്ക് വിളക്ക്, എന്നും നേർവഴിക്കാണ് നടപ്പ്. അവളെന്നും എനിക്ക് വിളക്ക്, എന്നും നേർവഴിക്കാണ് നടപ്പ്. എന്നും മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ്, എന്നെ അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നോടടുത്തൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. 7 വർണ്ണങ്ങൾ വിരിച്ച വിശാല ഹൃദയം തുറന്നവൾ തന്ന്, എന്നും മൂവന്തി നേരത്തരികത്ത് കൊഞ്ചിക്കുഴയുന്ന പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. എന്നും മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ്, എന്നെ അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എന്നോടടുത്തൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്. വീഴും നിറഞ്ഞ ഇക്കാക്കി അനിയത്തി സെബി എഴുതുന്നത്. ഇക്കാക്കി സുഖം തന്നെയല്ലേ? പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? നല്ലൊരു മുഞ്ചത്തി പെണ്ണിനെ ഇക്കാക്ക് വേണ്ടി കാണാൻ പോയിരുന്നു. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. ഫോട്ടോ കത്തിൻ്റെ കൂടെ വെക്കണുണ്ട്. ഇക്കാടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു.